السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ولئن سألتهم من خلق السماوات والأرض ليقولن الله. قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരലോക ജീവിതത്തിൽ നമുക്ക് ദൃഢവിശ്വാസവും അവിടെ സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് എന്ന ഉറച്ച ബോധവും അതാണ് നമ്മളെ ഈ ഇസ്ലാമിക ജീവിതത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിൽ ശിർക്ക് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് പരലോകത്തെ രക്ഷാ നടപടികൾക്കുള്ള ആദ്യപടി. അതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ യാതൊരു പ്രതീക്ഷയും അയാളുടെ മരണാനന്തര ജീവിതത്തിൽ ഇല്ല എന്നതാണ് വസ്തുത. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ പേരുകൾ തുടർച്ചയായി എണ്ണി പറഞ്ഞ് വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ എന്നിങ്ങനെ പ്രവാചകന്മാരുടെ പേരുകൾ ഇങ്ങനെ കുറെ ആളുകൾ എണ്ണി പറയുന്നുണ്ട് സൂറത്ത് അൻആം 88-ാമത്തെ ആയത്ത്. എന്നിട്ട് ആ പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ശിർക്ക് ചെയ്തോ? ആര് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ ഏറ്റവും അത്യുന്നതരായ ഈ പ്രവാചകന്മാർ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരടക്കമുള്ള ഈ ശൃംഖലയിൽ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവിടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോയി. എന്താണ് സുഹൃത്തുക്കളെ ഈ പറയുന്നത്?
എന്തെല്ലാം നന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാം. എത്ര ആളുകളെ അയാൾ സഹായിച്ചിട്ടുണ്ടാകാം, എത്ര രോഗികൾക്ക് അയാൾ സമാശ്വാസം അരുളിയിട്ടുണ്ടാവാം, എത്ര ആരാധനാകർമ്മങ്ങൾ അയാൾ നിർവഹിച്ചിട്ടുണ്ടാവാം. എന്തു പ്രവർത്തിച്ചാലും ഒരു നന്മയുടെ ചെറിയൊരു തരിമ്പ് പോലും പരലോകത്തൊരാൾക്ക് കിട്ടൂല ശിർക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, അവിടെ രക്ഷപ്പെടാനാണെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് അതന്നെയല്ലേ? ഇസ്ലാമിക ശരീഅത്തിന്റെ സമ്പൂർണമായി അത് ജീവിതത്തിൽ പകർത്തൊരു വ്യക്തി ആരെന്ന് വെച്ചാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ആ പ്രവാചകനോട് അന്ന് എന്താ പറഞ്ഞത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നീ തന്നെ ശിർക്ക് ചെയ്താലും നബിയെ നിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നഷ്ടത്തിലാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ നഷ്ടക്കാരിൽപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു. എന്താണ് അവിടെ അവസ്ഥ എന്നറിയോ? വിശുദ്ധ ഖുർആൻ അവിടെ അവസ്ഥ വർണ്ണിക്കുമ്പോൾ നമുക്കൊക്കെ പേടിയാവും. സുഹൃത്തുക്കളെ, ഈ മരുഭൂമിയിൽ വെള്ളം കയ്യിലില്ലെങ്കിൽ ആ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ അടുത്ത് വെള്ളമില്ലല്ലോ എന്ന് തോന്നിയാൽ മരുഭൂമിയിൽ ഒരാൾ വീണ് മരിക്കും ദാഹിക്കുന്നതിന് മുമ്പ്. ദാഹത്തിന്റെ വിഷമത ആലോചിച്ചിട്ട് ദാഹിച്ചാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചിട്ട് അയാൾ ഒരുപക്ഷെ ദാഹം തുടങ്ങുന്നതിന് മുമ്പ് മരിച്ചു പോകും. കയ്യിൽ വെള്ളമില്ല. അതാണ് മരുഭൂമി. ആ മരുഭൂമിയിൽ ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മരീചികയിൽ വെള്ളമുണ്ടെന്ന് അയാൾ വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. ഇല്ലാത്ത ജീവനും കൊണ്ട് ഇഴഞ്ഞു ചെന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് വെള്ളം കാണാതിരിക്കുന്നവന്റെ അവസ്ഥ, തന്റെ അധ്വാനം മുഴുവൻ കടന്ന് നീന്തി ഇഴഞ്ഞ് ദാഹം കടിച്ചമർത്തി ആ കാണുന്ന സ്ഥലം വരെ, മരീചിക വരെ എത്തിയിട്ട് ഒരു തുള്ളി വെള്ളമില്ല അവിടെ. വല്ലദീന കഫറു അഅ്മാലുഹും കസ്റാബിൻ ബിഖിആ യഹ്സബുഹും ലംആനു മാആ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിക്കുന്നവൻ വിചാരിക്കും അവിടെ വെള്ളമുണ്ട്. അവിടെ കിടങ്ങേറായി ചെല്ലുമ്പോൾ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ, ഒന്നും അവിടെ കാണൂല. സുഹൃത്തുക്കളെ, ചെല്ലിയ ദിക്റും ദുആയും പാട്ടും വെയ്ത്തും ആരാധനയും പിന്നെ ദാനധർമ്മങ്ങളൊക്കെ എനിക്കുണ്ടാവുമെന്ന് വിചാരിച്ച് പരലോകത്ത് ചെല്ലുമ്പോഴേ ശിർക്കുണ്ടെങ്കിൽ ഒരു നന്മ പോലും അയാൾ കാണാതിരിക്കുന്ന ഒരു അവസ്ഥ നോക്കും നിങ്ങൾ. പിന്നെ സ്വർഗത്തേക്ക് അയാളെ കടത്തുക. ശിർക്കുമായി ചെല്ലുന്ന ഒരാളെ സ്വർഗത്തേക്ക് കടത്തുക. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ആകാശത്തിന്റെ വാതിലുകൾ അയാൾക്ക് തുറന്നു കൊടുക്കൂല. സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കൂല. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നവരെ. അത് അസംഭവ്യമാണോ? എങ്കിൽ അയാൾക്ക് സ്വർഗപ്രവേശനം അസംഭവ്യമാണ്. എന്ന സഹോദരങ്ങൾ കേൾക്കൂ, തൗഹീദുണ്ട്. ഒരിക്കൽ പോലും അല്ലാഹുവല്ലാത്തൊരു അഭൗതിക സഹായമോ രക്ഷയോ പ്രതീക്ഷിക്കാത്ത, അല്ലാന്നല്ലാത്തൊരു ദുആഇന്റെ വിളി വിളിക്കാത്ത, ഒരു ചരടോ നൂലോ ഉറുക്കോ കെട്ടാത്ത, അല്ലാഹുവല്ലാത്ത ഒരാളുടെ പേരിൽ ഒരു നാണയത്തൊട്ട് നേർച്ചയാക്കാത്ത, പൂർണ്ണമായ തൗഹീദിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടിട്ട് ഒരാൾ അവിടെ ചെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു അല്ല ആരാധ്യനല്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, അടിമയാണ്. വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം വ റൂഹും മിൻഹു. ഈസാ നബിയും അള്ളാഹുവിന്റെ അടിമയാണ്, ദൂതനാണെന്നൊക്കെ വിശ്വസിച്ചിട്ട് ഒരാൾ ചെന്നാൽ വൽ ജന്നത്തു ഹക്കുൻ വന്നാറു ഹക്കുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തി ചെന്നാലേ അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. ബുഖാരി മുസ്ലിം ഹദീസ്. അയാൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എന്താണോ അത് വെച്ചിട്ട് അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഇമാമിങ്ങളും മുഹദ്ദിസീങ്ങളും ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച എന്താ സുഹൃത്തുക്കളെ? തൗഹീദോടുകൂടെ പരലോകത്ത് ചെല്ലുന്നവൻ അവൻ എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തും. ചിലർ പറഞ്ഞു അവന്റെ തിന്മകൾക്ക് മുഴുവനും ശിക്ഷ അനുഭവിച്ചിട്ട് നരകത്തിൽ കരിഞ്ഞ ആ പുറ്റിൽ നിന്നും ഒരു പുതിയ മുള വരുന്ന പോലെ ജനിച്ച് അവൻ പിന്നീട് സ്വർഗത്തിലേക്ക് എത്തും. മറ്റു ചിലർ പറഞ്ഞത് സ്വർഗത്തിൽ അനേകം പദവികളുണ്ട്, തെറ്റിനനുസരിച്ച് അവന്റെ പദവി കുറച്ചു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ ഏതെങ്കിലും അരികിലോ മൂലയിലോ അവൻ എത്തിയേക്കും. തൗഹീദ് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ പഠിക്കണം, ആരോടും വിരോധത്തിനല്ല, ഗ്രൂപ്പിനല്ല, വ്യതിരിക്തമാവാനല്ല. രണ്ട് കാര്യം ഉറപ്പാണ്. ഒന്ന്, ബഹുഭൂരിപക്ഷം ആളുകൾ മുസ്ലിം നാമധാരികളാകട്ടെ അല്ലാത്തവരാകട്ടെ അവരിലൊക്കെ ശിർക്കുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ.
ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ അവർ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ എന്ന് പറയുന്നു. ഖുർആൻ തന്നെ പറയുന്നു സൂറത്ത് യൂസുഫിൽ. എന്ന സംശയം, ഒരു കൂട്ടം ആളുകൾ ശിർക്ക് ചെയ്യുന്നവർ, എന്നാൽ മുസ്ലിങ്ങളാണെന്ന് അവർ ധരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർ ധരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടക്കാര് തൗഹീദിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാത്ത, തൗഹീദ് എന്താന്നൊക്കെ അറിയാം, പക്ഷെ അതിന് അപ്രസക്തമായി അവർ കാണുന്നു. ദീനിന്റെ ചെറിയ മൈന്യൂട്ട് വിഷയങ്ങൾ പോലും പ്രാധാന്യമായി കാണുന്നവരും തൗഹീദിന്റെ മഹത്വമോ അതില്ലാത്ത ഒരുത്തന്റെ പരലോകത്ത് വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ യഥാർത്ഥത്തിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊരല്പം ആത്മാർത്ഥത നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ തൗഹീദും ശിർക്കൊന്ന് വേർതിരിച്ച് പഠിക്കണം. കുറച്ച് സമയം മെനക്കെട്ടാലും സ്വർഗം കിട്ടുന്ന കാര്യമല്ലേ, നരകത്തുനിന്ന് പുറത്തിറക്കുന്ന കാര്യമല്ലേ. സഹോദരങ്ങളെ, വിട്ടുപൂജ ചെയ്യരുത്. ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് സിമ്പിൾ, ലളിതമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ ഇലാഹിന്റെ അർത്ഥം എന്താണ്? വളരെ പ്രായോഗികമായി തന്നെ ഇലാഹിന്റെ അർത്ഥം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഇമാം തുർമുദിന്റെ ഹദീസിൽ, ഖറജ്ന മഅ റസൂലില്ലാഹി ഇലാ ഹുനൈൻ, റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ഹുനൈൻ, അവസാന കാലത്ത് വന്നൊരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. വനഹ്നു ഹുദസാ അഹദിൻ ബികുഫർ, ഞങ്ങൾ കുഫറിനും ശിർക്കും ഒക്കെ അപ്പണ് വന്നിട്ടുള്ളൂ. എല്ലാ അന്ധവിശ്വാസവും ശിർക്കും ജാഹിലിയത്തുള്ള ആൾക്കാരാണ്. ഇസ്ലാമിക്ക് വന്നിട്ട് പുതിയ മുസ്ലിങ്ങളാണ്. വലിയ മുശ്രിക്കീന സിദ്റ. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ മുശ്രിക്കുകൾക്ക് എന്തുണ്ട്? അവർക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി ഒരു എലന്ത മരം, ഒരു മരം ഉണ്ടാവും. യഖ്ഫൂന ഇൻദഹ, ആ മരത്തിന്റെ അടുക്കൽ അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വയലൂത്തൂന ബിഹ അസ്ലിഹത്തുഹും, അവരുടെ വാളുകളൊക്കെ ആ മരത്തിൽ അവർ തൂക്കിയിട്ടിട്ടുമുണ്ട്. മുശ്രിക്കുകളായ ആളുകൾ. യുഖാൽ ലഹ ദാത്തു അൻവാർ, കുളത്തുമരം എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ മറന്ന വിസുദ്രത്തിൽ, ഇപ്പൊ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ഹുനൈനിൽ പോവുകയാണ്. ഞങ്ങൾ ആ മരത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്തു അൻവാർ, റസൂലെ ഞങ്ങൾക്കും ഒരു കുളത്തുമരം തരൂ. പച്ച ശിർക്ക്, മരം കൊണ്ട് ബർക്കത്തെടുക്കുന്ന ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളെ കണ്ടപ്പോൾ അവരെ കൂട്ടത്തുനിന്ന് വന്ന പുതിയ മുസ്ലിങ്ങളായ ആളുകൾ പറയാൻ, ഞങ്ങൾക്കും ഇങ്ങനെ ഒരു മരം തരൂ. ഒരു മരത്തെയാണ് അവർ ചോദിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നഹ സുനൻ, ഇത് പഴയ ആൾക്കാരെ ഏർപ്പാട് അതേപോലെ കോപ്പിയെടുക്കുന്ന പരിപാടിയാണ്. ശിർക്കിന്റെ ആളുകളുടെ ആചാരം അതേപോലെ എടുക്കുന്ന പരിപാടിയാണ്. വല്ലദീ നഫ്സി ബിയദി, അള്ളാഹുവാണ് സത്യം, കമാ കാലത്ത് ബനു, ഇത് ബനു ഇസ്രായേൽ പറഞ്ഞതെന്നെ നിങ്ങൾ പറഞ്ഞു. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊരു ഇലാഹിനെ തരൂ എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവർ ചോദിച്ചില്ലേ, അതേ ചോദ്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബർക്കത്തെടുക്കാൻ ഒരു മരം ചോദിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇലാഹിനെയാണ് ചോദിച്ചത്. അപ്പൊ ബർക്കത്തെടുക്കാനുള്ള മരത്തിന്റെ പേരാ ഇലാഹ്. അല്ലാഹുവല്ലാത്ത എന്തിൽ നിന്നും അഭൗതികമായാൽക്കൊരു പൊരുത്തവും തേടിയിട്ടല്ലേ സഹോദരങ്ങൾ ഈ പോണതൊക്കെ ആൾക്കാര്. ഈ മക്ബറകളിലേക്കും മക്കാമിലേക്കും മഹത്തുക്കളിലേക്കും ഒക്കെ പോണത് എന്തിനാണ്? ബർക്കത്ത് വാങ്ങാൻ. ഒരു ബർക്കത്തെടുക്കാൻ ഒരു മരം സ്വീകരിച്ചാലും, ഒരു കബർ സ്വീകരിച്ചാലും, ഒരു കല്ല് സ്വീകരിച്ചാലും, ഒരു വടി സ്വീകരിച്ചാലും, മരങ്ങളുണ്ട് സുഹൃത്തുക്കളെ, പച്ച പെയിന്റ് അടിച്ച് നിർത്തിയ മരങ്ങൾ. മുസ്ലിം മഹല്ല് കമ്മിറ്റികളുടെ മുറ്റത്ത് കല്ലുകളുണ്ട്. എന്താ ഈ വിശ്വാസത്തിന് എന്താ സുഹൃത്തുക്കളെ എതിര്? നമുക്ക് അവരെ വിമർശിക്കാനല്ല, അത് വിശ്വസിച്ച് ബർക്കത്തെടുത്ത ഒരാള് ഒരു കാലത്തോ നമ്മുടെ വാപ്പേ എളാപ്പേ സുഹൃത്തോ അയൽവാസിയാണെങ്കിൽ കാലാകാലം നരകത്തിലാന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ചിന്തിച്ചു നോക്കുന്നില്ല. നരകം എന്ന് പറഞ്ഞാൽ തീക്കനലല്ല. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആളി കത്തുകയാണ്. കല്ല ഇന്നഹാ, ഒരു ദിവസവും 2 ദിവസവും അല്ല. മാ ദാമത്തി സമാവാത്തുമല്ല. ഒരു തൗഹീദിന്റെ വിഷയം മനസ്സിലാകാത്തതിന്റെ പേരിൽ, ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങളും നേരം കാണാത്തതിന്റെ പേരിൽ കത്തിക്കരികളോ സുഹൃത്തുക്കളെ നമ്മളെ ബന്ധുക്കളും സഹോദരങ്ങളും. ഇലാഹിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ബർക്കത്തെടുക്കാൻ ഒരു മരം ചോദിച്ചപ്പോൾ ഒരു ഇലാഹിനെ ചോദിക്കുന്നു. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കാര്യമില്ല. ബർക്കത്തെടുക്കാൻ അല്ലാത്ത മരങ്ങളും കബറുകളിൽ പോണ ആളുകൾ ഇലാഹിനെ, അള്ളാഹു അല്ലാത്ത ഇലാഹിനെ സ്വീകരിക്കുന്നവരാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിസ്കാരം അള്ളാഹ്ക്കാണ്, നോമ്പ് അള്ളാഹ്ക്കാണ്, നേർച്ച അള്ളാഹ്ക്കാണ്, ഒക്കെ അള്ളാഹുവിനാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ല ഹജ്ജു അറഫ എന്ന് പറഞ്ഞ മാതിരി, അറഫല്ലെങ്കിൽ ഹജ്ജില്ല എന്ന് പറഞ്ഞ മാതിരി അദ്ദുആഉ വൽ ഇബാദത്ത്, പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന ഉണ്ട്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഒമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വഴിപിഴച്ച ആളാണ്. നമുക്ക് ആളുകളോട് സഹായം തേടാം. മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ കിബുത്തി സഹായം തേടിയില്ല. ഒന്ന് സഹായിക്കണം, തടിയും മിടുക്കൊക്കെയുള്ള ആളോടൊരു സഹായം തേടാ, പ്രശ്നമില്ല. അതൊരിക്കലും ശിർക്കല്ല. എന്ന സുഹൃത്തുക്കൾ, ഭൗതികതക്കപ്പുറത്ത് നിന്ന് 500 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാത്മാവ് ഒരു കബറിൽ കിടക്കുന്ന സുഹൃത്തുക്കളെ, അയാളെ വിളിച്ചാൽ അയാൾ എങ്ങനെ കേൾക്കും? ലോകത്തുള്ള 100 കണക്കിന് ഭാഷന്റെ ഉടമസ്ഥന്മാർ വിളിക്കുകയാണ് അയാൾ.
അയാളെ വിളിച്ചാൽ അയാൾ അങ്ങനെ കേൾക്കും. ഭൗതികമായ കേൾവികൾ നിലച്ചു, ഇനി അഭൗതികമായ കേൾവി വേണം. അയാൾ എങ്ങനെ എല്ലാ ഭാഷയും മനസ്സിലാക്കി 100,000 ആളുകൾ ചുറ്റോളം കബറിന്റെ ചുറ്റോളം നിന്ന് പറയുന്നതൊക്കെ മനസ്സിന്റെ ഉള്ളിലെ തേങ്ങലൊക്കെ അയാൾ അറിയുന്നു വിശ്വസിച്ചാൽ അയാൾക്ക് അഭൗതികമായ അറിവ് വേണ്ടി. അയാൾ കബറിൽ നിന്നും നമ്മളോട് എങ്ങനെ ഇടപെടും? നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല, അവർ കേൾക്കുകയുമില്ല. അത്ര വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞാൽ പിന്നെന്താ സഹോദരൻ സംശയം? അള്ളാഹിനോട് മാത്രം ദുആ ഇറക്കുക. എല്ലാ കാര്യം നോക്ക്. നിങ്ങൾ എല്ലാവരുടെ കയ്യമ്മി ഊരമ്മിയൊക്കെ കെട്ടാണ്. പരിചയമില്ലാത്ത സ്ഥലത്തൊരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കയറുമ്പോൾ സുഹൃത്തുക്കളെ അരയിലേലസ്, കയ്യിലേലസ് നല്ലോണം മനസ്സിലാക്കണം. നിങ്ങൾ അതൊക്കെ നമ്മുടെ മക്കളിലും കുട്ടികളിലും നമ്മുടെ പരിചയക്കാരിലൊക്കെ കാണുമ്പോൾ പറയണം സുഹൃത്തുക്കളെ, പറഞ്ഞു കൊടുക്കണം, അയപ്പിക്കണം. അത് അയപ്പിച്ചാലുണ്ടാകുന്ന മൻ ഖതഅ തമീമത്തൻ മിൻ ഇൻസാനിൻ കാന കഅദ്ലി റഖബ. ഒരു ഏലസോ ഒരു ഉറുക്കോ ഒരാളെ ദേഹത്തുനിന്ന് അയപ്പിച്ചാലേ ഒരു അടിമയെ മോചിപ്പിക്കുന്ന പ്രതിഫലമുണ്ട് പരലോകത്തുനിന്ന്. റഅ റജുലൻ ഫീ യദിഹി ഹൽക മിൻ സുഫർ. ഒരു പിച്ചള കൊണ്ടുള്ളൊരു വളയം ഒരുത്തന്റെ കയ്യുമ്മ നബിക്കാസുമ്മ നേരിട്ട് കണ്ടു. അപ്പൊ കാലൻ നബി ചോദിച്ചു, മാഹാവി, ഞാനും നിങ്ങളും ചോദിക്കേണ്ട ചോദിച്ചു, ഇതെന്താ സുഹൃത്തെ? കാലമിനൽ വാഹ്ന, ഇത് തളർച്ച രോഗം മാറാൻ വേണ്ടി കെട്ടിയതാണ്. അപ്പൊ കാലൻ അത് ഊരിക്കളയെ, തളർച്ച രോഗം മാറാൻ കെട്ടിയതാ, എന്നാൽ തളർച്ച രോഗം നിനക്ക് വർദ്ധിക്കുകയേ ചെയ്യും. ഇത് നബിസ്വല്ലല്ലാഹു ദുആണ്. എന്തിനാണോ നൂല് കെട്ടിയത്, എന്തിനാണോ ഏലസ് കെട്ടിയത്, ആ കാര്യം പിന്നെ അവന് മാറുന്ന പ്രശ്നമല്ല, അവനത് വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ. സുഹൃത്തുക്കളെ, ജനിച്ച കുട്ടിന്റെ കയ്യമ്മേ ഒരു കറുത്ത ചരട് കെട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കുറവ് തൗഹീദിന്റെ അപൂർണതയാണ്. വേണ്ടെന്ന് പറയാൻ തൗഹീദിന്റെ അതിശക്തമായ മനസ്സുള്ളവർക്കേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഫ ഇന്നക ലൗ മുത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദ. ഈ വളയവും കയ്യിൽ വെച്ച് നീ മരിച്ചാൽ നീ ഒരിക്കലും വിജയിക്കുന്ന പ്രശ്നമില്ല. റസൂലുള്ളാഹിന്റെ വാക്കാണ്. മൻ അല്ലക തമീമതൻ ഫലാ അതമ്മല്ലാഹു ലഹു. ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ അവന്റെ കാര്യം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖിന്റെ പ്രാർത്ഥന, പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. വമൻ തഅല്ലക വദഅതൻ ഫലാ വദഅല്ലാഹു ലഹു. ആരെങ്കിലും സമാധാന സുഖത്തിനും മാനസിക പ്രശ്നത്തിനും ആരെങ്കിലും വല്ല നൂലോ ഉറുക്കോ കെട്ടിയാൽ അവന്റെ ആ മനസ്സമാധാനം ഒരിക്കലും അവന് തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തു. ഇമാം അഹ്മദ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു യാത്രയിലാണ് സമയത്ത് ആൾക്കാരെ പറഞ്ഞയച്ചു. ഫാർസല റസൂലൻ അല്ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ മിൻ വത്ർ. ഒരു ഒട്ടകത്തിന്റെ കഴുത്തിൽ ഒരു വടവും ബാക്കി. വടം വർക്കത്തിന് വേണ്ടിയും കുരുത്തത്തിന് വേണ്ടിയും വിപത്തടുക്കാൻ വേണ്ടി കിട്ടുന്ന വടങ്ങൾ ഉണ്ടെങ്കിൽ അത് അയച്ചു കളയണം. അത് കഴിച്ചു കളയാതെ ഇങ്ങോട്ട് വരരുതേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പറഞ്ഞയച്ചു. സുഹൃത്തുക്കൾ, ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു നേർച്ചപ്പെട്ടില്ല എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയില്ലല്ലോ സഹോദരങ്ങളെ. വേറെ മഹാത്മാക്കളുടെ പേരിലൊക്കെ ഉണ്ട്. അള്ളാന്റെ പേരിൽ മാത്രം നേർച്ച കൊടുക്കാൻ പറ്റും. അല്ലാത്തൊരു പേര് നേർച്ച ആരാധനയാണ്. അത് അള്ളാന്റെ പേരിൽ മാത്രം. അള്ളാന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ. അതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഒരായത്ത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചാൽ ആയത്ത് മാത്രം മതി തൗഹീദിന്റെ അടിത്തറ മനസ്സിലാകാൻ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ഇവിടെ ആൾക്കാർ എന്തൊക്കെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനെ പറ്റി ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞാൽ തരും, നമ്മൾ വിളിക്കുന്നത് മുസ്ലിം പേരുള്ള ആൾക്കാരാണ്. മുസ്ലിം പേരില്ലാത്തവരെ വിളിച്ചാലേ ശിർക്കാവുള്ളൂ. സുഹൃത്തുക്കളെ, എന്താ വിശ്വാസത്തിന്റെ ആഴം നോക്ക് നിങ്ങൾ. അപ്പൊ നമ്മൾ വേറെല്ലോർക്കൊക്കെ എന്താ, വേറെല്ലോർക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, കാക്കണേന്ന് പറയുന്നില്ല. അപ്പൊ എന്തായാലും തെറ്റ് നമ്മളത് പോലും എന്ത് വ്യത്യാസം അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ വിനീതമായി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണ്? ഈസാ നബി ആരാ സുഹൃത്തുക്കളെ? ഈസാ നബി ആരാ? പ്രവാചകനാണ്, ഏറ്റവും നല്ല മുസ്ലിം അല്ലേ? ഈസാ നബിയെ കാക്കണേന്നാണ് ക്രിസ്ത്യാനികളൊക്കെ വിളിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും വിധി ഔ ശിർക്കാവൂല? എന്തൊക്കെ മഹാ അത്ഭുതങ്ങളും അമാനുഷികതകളും കാണിച്ച മഹൽ വ്യക്തിയാണ്. അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കും. അത് ശഫാഅത്ത് ചെയ്യാൻ. ശഫാഅത്ത് ചെയ്യണമെങ്കിൽ സുഹൃത്തുക്കളെ ആ വിളിച്ച് പ്രാർത്ഥന അവർ കേൾക്കണ്ടേ? അപ്പോഴല്ലേ ചെയ്യുള്ളൂ. അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചതിന്റെ ശിർക്കായില്ലേ? എത്ര ഗുരുതരവും എത്ര അപകടകരവുമാണ് സുഹൃത്തുക്കളെ. വലിയൊരു ജനവിഭാഗം ഇതിനെ അംഗീകരിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നത്. വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂൽ, അവർ പറയും, ഈ മുശ്രിക്കീങ്ങൾ പറയും. സുഹൃത്തുക്കൾ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മഴയടക്കുന്ന, ജീവൻ തന്നത് പടച്ചോനാന്നുള്ളത് വിശ്വസിക്കാഞ്ഞിട്ടല്ല ശിർക്ക് വന്നത്. അതിവിടെ എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്നാൽ അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർറിൻ,
എനിക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ട് വരുത്തിയാൽ ഹൽ കുന്ന കാശിഫാത്തു ദുർരി, അതിൽ നീക്കാൻ ആർക്കെങ്കിലും പറ്റും? സുഹൃത്തുക്കളെ, അള്ളാഹു വിധിച്ച ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ അള്ളാഹ്ക്കല്ലാതെ പറ്റൂലെങ്കിൽ അതിനു നാം ചിലവഴിക്കുന്ന പണവും അതിന് നാം ചിലവഴിക്കുന്ന യാത്രകളും അധ്വാനങ്ങളും എല്ലാം പാഴ്വേലകളല്ലേ. പടച്ചോൻ തന്നെ വിചാരിക്കണം അത് നീക്കണമെങ്കിൽ. പിന്നെയോ ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ കുന്ന മുംസികാതു റഹ്മത്തി, അള്ളാഹു പിടിച്ചു വെച്ച ഒരു അനുഗ്രഹത്തെ നീക്കി തരാൻ ആർക്കാ പറ്റുക? കുൽ ഹസ്ബി അല്ലാഹ്, പറഞ്ഞോ എനിക്ക് അല്ലാഹ് മതി. പറഞ്ഞോളൂ സുഹൃത്തുക്കളെ, കുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. എല്ലാം കഴിച്ചു വലിച്ചെറിഞ്ഞിട്ട് പടച്ചോൻ തരുന്ന കാവലും പടച്ചോന്റെ ഹൈറും പടച്ചോന്റെ ഷെറും മതി തീരുമാനിച്ചു. അലൈഹി യതവക്കലുൽ മുതവക്കിലുൻ, ഒരു പേടിയില്ല വിശ്വാസി. പടച്ചോൻ നോക്കുന്റെ കാര്യം എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയാൻ ഒരു വിശ്വാസിയായ തൗഹീദുള്ള ഒരാൾക്ക് മാത്രമേ പറ്റൂ. സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യമാണ്, എല്ലായിടത്തും ഉണ്ട് അള്ളാഹു അല്ലാത്ത പേരുള്ള ബലികൾ. അത് പറഞ്ഞാൽ ഞാൻ വിസ്മി ചെല്ലിയല്ലേ അറക്കുന്നത്, വിസ്മി ചെല്ലി അറുത്തൊരു കാര്യമില്ല സഹോദരൻ. സാധാരണ വാങ്ങിക്കൊണ്ടിരുന്ന ഇറച്ചില്ലേ, ഞായറാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ രാവിലെ പോയി വാങ്ങിക്കൊണ്ടിരുന്ന ഇറച്ചിയില്ലേ സുഹൃത്തുക്കളെ, ആ ഇറച്ചി വീട്ടിൽ ഒരാൾ കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ കഴിക്കണ്ട പറയില്ലേ, അനക്ക് വേണ്ടെങ്കിൽ തിന്നണ്ട എന്നേ പറയുള്ളൂ. എന്നാ സുഹൃത്തുക്കളെ, ബദരീങ്ങളുടെ പേരിലും മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലും ജീലാനി ദിനത്തിലൊക്കെ അർത്ഥ സാധനങ്ങളുടെ ഇറച്ചി കൊടുന്നാൽ എന്താ വീട്ടിലെ കൊണ്ടൊക്കെ തീറ്റിക്കണത്? അത് തിന്നാൽ ഷെറ് തടുക്കും, ഹൈറ് വീഴും. എന്താ കാരണം? ബിസ്മി ചെല്ലിയല്ലേ ഇന്നലത്തെ പോത്ത് അറുത്തത്, എന്തി അത് ചെല്ലിയപ്പോൾ ഇല്ലാത്തൊരു ബർക്കത്ത്? അതെ, അതൊരാളെ പേരിലാണ്. അതന്നെ സുഹൃത്തുക്കളെ ബലിയറിഞ്ഞു ആളുകൾ വലിയ സമാധാനത്തിലാണ്. ഏത് നേർച്ചയ്ക്ക് ഉള്ള സാധനം തിന്നും. എന്താ പോലെ ന്യായം? തിന്നുമ്പോഴും ബിസ്മില്ലുണ്ട്, അർത്ഥപ്പോഴും ബിസ്മില്ലുണ്ട്. പോരെ സുഹൃത്തുക്കളെ, ആ രണ്ട് ബിസ്മിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സാധാരണ അറുക്കുന്ന ആളുകൾ ബിസ്മി ചെല്ലുന്നുണ്ട്, ബിസ്മില്ല അറുക്കുന്നത്. പിറ്റേന്ന് ഈ നേർച്ചയ്ക്ക് വേണ്ടി അറുക്കുന്ന ആ ബിസ്മിന്റെ വ്യത്യാസം എന്താ? ആ അറുക്കുന്നത് ഒരു മഹാത്മാവിന്റെ പേരിലാണ്, അയാളെ പ്രീതിക്കും തൃപ്തിക്കുമാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാരം അള്ളാഹ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ, നേർച്ചയും അള്ളാഹ്ക്കേ ചെയ്യാം, ബലിയും അള്ളാഹ്ക്കേ ചെയ്യാൻ പറ്റും. അള്ളാഹു അല്ലാത്തവർക്ക് ബലി കൊടുത്താൽ ശിർക്ക്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ ശിർക്ക്. സഹോദരങ്ങളെ, നല്ല പഠിക്കണം. ആളുകളിപ്പോ നമ്മളിവിടെ എല്ലാ ദിവസവും തൗഹീദിന് കിതാബ് തൗഹീദ് വായിക്കട്ടെ. അപ്പൊ ആളുകൾ എന്തപ്പോ തൗഹീദ് ആർക്കും പഠിഞ്ഞില്ല. സുഹൃത്തുക്കൾ, ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ അതിന്റെ ഒരു ചെറിയ പിഴവ് പറ്റിയാൽ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്. പ്രവാചകന്മാരെ താക്കീത് ചെയ്ത വിഷയമാണ്. ശിർക്കിൽ നിന്ന് എപ്പോഴും നമ്മൾ കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ശിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കുട്ടികളിലോ ഭാവിയിലോ ഇപ്പോഴോ ശിർക്ക് വരുന്നില്ലെന്നും ആ ശിർക്കിലേക്ക് ഒരിക്കലും പോകുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. തൗഹീദോടുകൂടെ അള്ളാഹുവിന്റെ ആ ശ്രേഷ്ഠമായ കെലിമത്തുച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തണം. സുഹൃത്തുക്കളെ, അധികമൊന്നും വേണ്ട, ഒരു വാക്ക് മതി കാഫിറാകാൻ, മുശ്രിക്കാകാൻ. ഒറ്റ വാക്ക് മതി. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ബയാൻ കുഫ്രി മൻ ഖാല മുത്തിർനാ ബിന്നൗ, ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാകും. വ്യക്തമായ ഹദീസാണ്. നമ്മുടെ തൗഹീദ് അള്ളാഹു പരീക്ഷിക്കും. നമ്മൾ നല്ല പേടിക്കണം. സുഹൃത്തുക്കളെ, മാരകമായൊരു രോഗം വന്ന് കിടക്കുമ്പോൾ ബന്ധുക്കൾ വന്ന് പറയും, എന്തായാലും മരുന്നൊക്കെ നിന്നില്ലേ, ഇനിയൊന്ന് നോക്കുക, നമ്മളതൊന്ന് നോക്കുക, തലക്കിന്റെ ചോട്ടിൽ എന്തിനൊന്ന് വെച്ചു വെക്കുക, കാലുമി കൈമിന് കെട്ടി വെക്കുക, നീ ഒരു സമ്മതം തന്നാ മതി എന്ന് പറഞ്ഞ് എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും എല്ലാ ശിർക്കിന്റെ അകലുകാരും വരും. സുഹൃത്തുക്കളെ പിടിച്ച് ഞാൻ മരിച്ചോട്ടെ. അവസാനത്തെ കെലിമ ചെല്ലേണ്ട സമയത്ത് ശിർക്കിന് കീഴ്പ്പെട്ട് മരിക്കുന്ന ഹതഭാഗ്യവാന്യമാണ്. എത്രമാത്രം പണ്ഡിതന്മാർ പറഞ്ഞു, ചിലപ്പോ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന മാതിരി തോന്നും. ചിലപ്പോൾ അവർ കൊടുക്കുകയും ചെയ്യും, പോലെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് അതിന് വിശ്വാസമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി കൊടുക്കും. ഇപ്പൊ എന്താ വെച്ചാൽ ഈ നേർച്ചയും പൂരവും പരിപാടിയൊക്കെ നടക്കുന്നിടത്ത് മഴ പെയ്യുന്നത് അവിടുത്തെ ഔലിയാക്കന്മാരെയും മഹത്തുക്കളെയും വിഗ്രഹങ്ങളെയും മഹത്വം കൊണ്ടാണെന്ന് വിശ്വസിച്ചാൽ ഈ ഞാറ്റുവേല കൊണ്ട് മഴ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നതിനേക്കാളും വലിയ ചെറുക്കല സുഹൃത്തുക്കളെ. പറയ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും അവസ്ഥ മനസ്സിലാക്കാതെ അവർ പ്രസ്താവിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് മഴ പെയ്തത്. പറയുമ്പോൾ നല്ല ഓർത്തറുണ്ട്. ഹദീസ് കേട്ടോ, സെയ്ദ് ബിൻ ജുവൈനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്, സ്വല്ലല്ലാഹു റസൂൽ ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു. സ്വലാത്തു സുബ്ഹ് ബിൽ ഹുദൈബിയ, ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് സുബഹി നമസ്കാരം ഞങ്ങളെ കൊണ്ട് നമസ്കരിച്ചു. അലാ ഇസ്രി സമാ, ഒരു മഴ പെയ്ത രാത്രിയായിരുന്നു. കാനത്ത് മിനൽ ലൈല, അന്ന് രാത്രി മഴ പെയ്തു. രാവിലത്തെ സുബഹിക്ക് മഴയുടെ വെള്ളമൊക്കെ നനഞ്ഞു കിടക്കുന്ന സമയത്തായിരുന്നു.
ഫലമ്മൻ സറഫ അക്ബർ അലന്നാസ്, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി ജനങ്ങൾക്ക് നേരെ വന്നു. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും റസൂലും അറിയാം. ഖാല, അല്ലാഹു പറഞ്ഞ വാക്ക്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എന്റെ അടിമകളിൽ ഒരു കൂട്ടം ആളുകൾ മുഅ്മിനും ഒരു കൂട്ടം ആളുകൾ കാഫിറും ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം, ഇന്നലെ മഴ പെയ്തു, ആ ഒറ്റ ദിവസം കൊണ്ട് കുറെ ആൾ കാഫിറായി, കുറെ ആൾ മുഅ്മിനായി. ഫഅമ്മാമൻ ഖാല മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, മഴ പെയ്തപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും മഴ പെയ്തു എന്ന് പറഞ്ഞവരൊക്കെ ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്, നക്ഷത്രത്തിൽ അവിശ്വസിച്ചവരും എന്നിൽ വിശ്വസിച്ചവനുമാണ്. അമ്മാമൻ കാല മുത്തിർന, ഞങ്ങൾക്ക് മഴ കിട്ടി, അള്ളാഹുവിന്റെ കാരണം കൊണ്ടല്ലാതെ ആരെക്കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞാലും ബിനൗഇ കദാ വകദാ, ഇന്ന ഞാറ്റുവേല കൊണ്ട് ഇന്ന കാരണം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫദാലിക കാഫിറുൻ, അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്, അള്ളാഹുവിൽ അവൻ അവിശ്വസിച്ചു. വമുഅ്മിനും ബിൽ കവാകിബ്, അവൻ നക്ഷത്രങ്ങളിൽ മറ്റും വിശ്വസിച്ചു. സുഹൃത്തുക്കളെ, വിഗ്രഹങ്ങളെ കൊണ്ട് മഴ കിട്ടും, മഹത്തുക്കളെ കൊണ്ട് മഴ കിട്ടും. സുക്നാഹുലി ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ ഭൂമിയിലേക്ക് കാർമേഘങ്ങൾ നയിക്കുന്നത് ഞാനാണ്, അള്ളാന്റെ ഫീലാണ്. അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പങ്കു ചേർത്താൽ സുഹൃത്തുക്കൾ ഗൗരവമാണ്. ആലോചിച്ച് പറഞ്ഞാൽ മതി. കാരണം അഖീദ ശരിക്ക് പഠിക്കാത്തത് കൊണ്ട് അബദ്ധങ്ങൾ പറ്റുന്ന, ആ അബദ്ധം ശിർക്കിലും തൗഹീദിലും ഒക്കെ പറ്റിയാൽ സുഹൃത്തുക്കളെ ഒരു കാര്യം ഉണ്ടാവില്ല. ഈ അമലുണ്ട്, ജുമുഅയുണ്ട്, നിസ്കാരങ്ങളുണ്ട്, നല്ല പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ആളുകൾ പറയാൻ ഇനി വൈകിക്കൂടാ. ലക്ഷക്കണക്കിന് ആളുകൾ ശിർക്കിലായും വിഗ്രഹങ്ങളെ പൂജിച്ചും അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥന ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളെ സ്വർഗം നരകം ബോധ്യപ്പെട്ടു സ്വൈരം കിട്ടൂല. മനസ്സക്ക് വിഷമയിക്കര. പടച്ചോനെ ഒരു 10 മിനിറ്റ് പറഞ്ഞ ആ സുഹൃത്തിന് തൗഹീദ് കിട്ടിയെങ്കിൽ എല്ലാവരും എന്തൊക്കെ ഷോഹലിലാ സുഹൃത്തുക്കളെ. അടിസ്ഥാനപരമായി അള്ളാഹു റസൂൽ നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇവിടുത്തെ എല്ലാ തൗഹീദ് അംഗീകരിക്കുന്ന എല്ലാ പ്രബോധക സംഘടനകളും ഒന്നാമത്തെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ തൗഹീദില്ലാത്തൊരു തൗഹീദ് എത്തിച്ചു കൊടുക്കാനില്ല. തൗഹീദ് ഉൾക്കൊണ്ട് ശിർക്കിനെ നിരാകരിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. തൗഹീദോടുകൂടെ ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടിക്കൊണ്ട് നിന്നെ കണ്ടുമുട്ടുന്ന ആ സ്വർഗം ലഭിക്കുന്ന അഖിലുകാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹു രോഗികളെക്കുറിച്ചും അതേപോലെ തന്നെ വിഷമാവസ്ഥയിൽ കിടക്കുന്ന പലരെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായ ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് നീ രോഗശമനവും നല്ല പര്യവസാനങ്ങളെയും പ്രദാനം ചെയ്യണമെന്നാണ്. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുളിർ പ്രദാനം ചെയ്യണമെന്നാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും അകന്ന് നന്മകളെ സ്വീകരിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്നാണ്. അള്ളാഹു ഞങ്ങളുടെ വ്യവഹാരങ്ങളിലും അധ്വാനങ്ങളിലും ജോലികളിലും എല്ലാം ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യണമെന്നാണ്. കൂടുതൽ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണ്ട രക്ഷിതാവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.